മീഡിയസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്ഡ് കളക്ഷൻസ് പൂർണ്ണമായി വരുമ്പോൾ 2,19,00,000-ഓളം രൂപയാണ് സിനിമയ്ക്ക് ആദ്യ ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസായി വന്നിരിക്കുന്നത്. അതായത് പ്രീ സെയിൽ കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു 3,40,00,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു എമൗണ്ട്. റെക്കോർഡ് തന്നെയാണ് എന്ന് പറയാം. 57% മുകളിൽ ഒക്യുപ്പൻസിയിൽ 839ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത് അമ്മാതിരി ഒരു കൊലത്തൂക്ക ആണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തന്നെ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, കാണുന്നവർക്കെല്ലാവർക്കും ഈ സിനിമ അത്ഭുതകരമായ ലെവലിലേക്കുള്ള ഒരു തോന്നൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രം, പക്ഷേ അവരുടെയൊക്കെ പെർഫോമൻസ് ഒരു രക്ഷയുമില്ല. പലപ്പോഴായി കേൾക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയൊക്കെ നല്ല സിനിമകൾ വന്നു കഴിയുമ്പോൾ പറയും അതിൻ്റെ കൂടെ അഭിനയിച്ചവരും അല്ലെങ്കിൽ അടുത്ത തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയെ നല്ലതാക്കുന്ന ഒരു കാര്യം നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അത് ഇവിടെയും കാണുന്നുവെങ്കിൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ്. ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ ഇന്ന് തൽക്കാലം ഇന്ത്യൻ സിനിമയിൽ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ക്യാരക്ടർ ഇനി ഒരാളും ചെയ്യില്ല, ചെയ്താൽ ഇതിനടുത്ത് പോയിട്ട് ഇതിൻ്റെ ഏഴയിലെത്തത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത്ര മൈന്യൂട്ടായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിങ് തന്നെയാണ്. ഒരു മുറുക്കി ചവയ്ക്കുന്ന അല്ലെങ്കിൽ മുറുക്കി ചവച്ച് തുപ്പുന്ന സീനെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി റേഞ്ചിൽ നിൽക്കുന്നതാണ്. എന്തായാലും ഒരു രക്ഷയും ഇല്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴത്തേക്ക് അന്യായം എന്ന് തന്നെ പറയാം. ഇതാണ് മലയാള സിനിമയിൽ മുൻനിര താരങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ലോകം പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാളത്തിലെ സീനിയർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് ഇന്ത്യൻ സിനിമയിൽ എടുത്തു വെക്കുകയാണെങ്കിൽ പോലും അമ്മാതിരി മികച്ച നടന്മാരാണ്. പക്ഷേ പലപ്പോഴും അവരവരുടെ സ്കില്ലുകൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടെ സ്വയം തേച്ച് മിനുക്കി മമ്മൂട്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഇതേപോലെ ഒരു നടൻ വേറെ ഇല്ല എന്നുള്ളതാണ്. അയാൾ നടനാവാൻ ആഗ്രഹിച്ചു. അയാൾ ഇൻബോൺ ആക്ടറൊന്നുമല്ല, അയാൾ കഷ്ടപ്പെട്ട് നടനായ ആളാണ്. അയാൾ ഇപ്പോഴും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിലും അയാൾ മികച്ച നടനാവുന്നു. പലരെയും പ്രായം തളർത്തുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്ര ഗംഭീരമാണ്. വിരലുകൾ പോലും അഭിനയിക്കുന്നു. എന്ത് കൊലച്ചിരിയാണ് ചിരിക്കുന്നത്. ഓരോ റേഞ്ചിലുള്ള ചിരി എന്ന് തന്നെ പറയും. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു രക്ഷയുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്കിരുന്ന് കാണാൻ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ലോകത്തേക്ക് നമ്മൾ പോകും. ആ റേഞ്ചിലുള്ള ഒരു പടം തന്നെ എന്ന് പറയാം. എന്തായാലും ഇവിടെ തിയേറ്ററുകൾ നിറഞ്ഞു കവിയുകയാണ്. ലേറ്റ് നൈറ്റ് ഷോസ് 100-ന് മുകളിൽ ആടിയതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണേലും അമ്മാതിരി കൊലത്തൂക്ക് തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. ഇവിടെ പ്രതീക്ഷയുടെയൊക്കെ ഏറെ മുകളിലേക്ക് തന്നെയാണ് സിനിമ പോയിരിക്കുന്നത്. സാധാരണ നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്തു, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എത്ര എക്സ്പെക്റ്റ് ചെയ്യാതെ പോകണമെന്ന് പറഞ്ഞാലും. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ചിന്തയ്ക്ക് മുകളിൽ നിൽക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ സിനിമ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും വിഷ്വലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ലെവലിൽ. നമ്മൾ പലപ്പോഴും പറയും ഒരു മുത്തശ്ശി കഥ എന്നുള്ള, അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സിനിമ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തിയേറ്റർ കുലുങ്ങുക എന്ന് പറയും, ആ ഒരു തിയേറ്റർ കുലുക്കം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം കൊടൂരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. വേൾഡ് വൈഡായിട്ട് സിനിമ എത്ര കോടി ലഭിക്കും ഈ ആദ്യ ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. എല്ലായിടത്തും ഈ സിനിമയ്ക്ക് അമ്മാതിരി ഹെവി പോസിറ്റീവാണ്. കേരളത്തിൽ നിന്ന് 4 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച പ്രകടനം, വേൾഡ് വൈഡായിട്ട് മികച്ച പ്രകടനമാണ്. 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ UK വിറ്റുപോയി എന്നറിയാം. എന്നാലും ഒരു ചോദ്യം, ഒഫീഷ്യലായിട്ട് കളക്ഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. ആദ്യ ദിനം സിനിമ ഡബിൾ ഡിജിറ്റ് കടക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.